സൂസൻ ഫെർണാണ്ടസ്. അതെ, ഇന്നലെ രാത്രി ഇരുന്നാ ഇരിപ്പാ? അല്ല, രാവിലെ എണീറ്റു. വെളുപ്പിന് 3 മണിക്ക് കിടക്ക, 6 മണിക്ക് എഴുന്നേൽക്ക. ഇതേ ഞാൻ പറയുമ്പോ തോന്നും പറയാന്ന്. ശരീരം നോക്കാതെ ഓരോന്ന് വരുത്തി വെച്ചാ പിന്നെ അവസാനം ഞാനേ കാണുള്ളൂ കേട്ടോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല മത്തായി ചേട്ടാ. നല്ല അസല് ചായ. സുഖിപ്പിക്കലൊക്കെ എനിക്കിഷ്ടായി. ഒരു സംശയം, ഈ പുസ്തകമൊക്കെ 10-25 കൊല്ലം മുമ്പ് പഠിച്ച് പാസ്സായിട്ടല്ലേ ജഡ്ജിയായത്? പിന്നെ 365 ദിവസം എന്തിനാ ഇതിനകത്ത് കിടന്ന് വരകണത്? വാദിയാണെങ്കിലും പ്രതിയാണെങ്കിലും കൂട്ടി കയറി നിൽക്കുമ്പോ ആ മോന്തേരമയ്ക്കൊന്ന് സൂക്ഷിച്ചങ്ങോട്ട് നോക്ക. അപ്പൊ അറിയാലോ അവൻ കള്ളനാണോ, കൊലപാതകയാണോ, നിരപരാധിയാണോ എന്ന്. അങ്ങനെ മുഖലക്ഷണം നോക്കി വിധിക്കാൻ ഇന്ത്യൻ പീനൽ കോഡിൽ വകുപ്പില്ലല്ലോ മത്തായി ചേട്ടാ. എന്തോന്ന് പീനക്കോട്? ചില മനുഷ്യരുടെ മുഖത്ത് നോക്കിയാ അപ്പ വിവരറിയാം. ഉദാഹരണത്തിന് ഇന്ന് കുഞ്ഞിന്റെ കോടതിയിൽ വരാൻ പോകുന്ന ഒരു കൊലക്കുറ്റത്തിന്റെ വാർത്തയാ. ഒരു പാവപ്പെട്ട ചായക്കടക്കാരനെ ഒരു ലോറിക്കാരൻ 7 അന്ന് കൊല്ലുമെന്ന് പറയുന്നു. എന്നിട്ട് 24 മണിക്കൂറിനകം ലോറി കയറ്റി കൊല്ലുന്നു. 7 അന്ന് തട്ടിയിരുന്നെങ്കിൽ അതിലൊരു മര്യാദയുണ്ടെന്ന് പറയാം. ഇതാണോ വാക്ക് വ്യത്യാസം? കൊലപാതകം. ദേ ഇവന്റെ തിരുമോന്ത കണ്ടാ അറിയാം കുഴപ്പമാണെന്ന്. പറ്റിയൊരു പേരും നോബിള്. എന്റെ പൊന്നു കുഞ്ഞെ, ഏത് തമ്പുരാൻ വക്കീലും ഒന്ന് വാദിച്ചാലും ഇവനെ ജാമ്യത്തിൽ വിടരുത് കേട്ടോ. പത്രവാർത്തകളും സെൻസേഷണൽ സ്കൂപ്പുകളും ഒന്നും എന്റെ ജഡ്ജ്മെന്റിനെ ബാധിക്കാറില്ലെന്ന് അറിഞ്ഞുകൂടെ മത്തായി ചേട്ടന്? പ്രതി ഹാജരാകട്ടെ, പാദം കഴുകാം. കൊല്ലപ്പെട്ട ചാക്കോച്ചനും എന്റെ കക്ഷി നോബിളും തമ്മിൽ സംഭവ ദിവസം രാവിലെ ഒരു നിസ്സാര കാര്യത്തിന് വാക്കേറ്റമുണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിന്റെ പേരിൽ ചാക്കോച്ചനെ കൊല ചെയ്യാൻ മാത്രമുള്ള പ്രൊവോക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ആരോ വലിച്ചെറിഞ്ഞതുപോലെ നോബിളിന്റെ ലോറിക്ക് മുമ്പിൽ വന്നു പെടുകയായിരുന്നു ചാക്കോച്ചൻ. നോബിൾ ബ്രേക്ക് ചെയ്തെങ്കിലും അയാളെ രക്ഷിക്കാനായില്ല. ഒരു ദൃക്സാക്ഷി പോലും ഇല്ലാതെ നടന്ന ഈ അപകടത്തിൽ നമ്മുടെ നാട്ടിലെ സാമാന്യ മര്യാദ അനുസരിച്ച് വണ്ടി നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നില്ല നോബിൾ ചെയ്തത്. പുറത്തിറങ്ങി അപകടത്തിൽപ്പെട്ട ആളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവരെന്നെ കൊന്നതാണെന്ന് ദീനസ്വരത്തിൽ വിലപിച്ച് ചാക്കോച്ചൻ നോബിളിന്റെ മടിയിൽ കിടന്ന് മരിക്കുകയാണ് ഉണ്ടായത്. സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും പരിശോധിച്ചാൽ എന്റെ കക്ഷി നോബിൾ കുറ്റക്കാരനല്ലെന്നും യഥാർത്ഥ കുറ്റവാളിയുടെ ബലിയാടാവുകയായിരുന്നു എന്നും ബഹുമാനപ്പെട്ട കോടതിക്ക് നിഷ്പ്രയാസം മനസ്സിലാക്കാൻ സാധിക്കും. പ്രതിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ജാമ്യാപേക്ഷ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നും എന്റെ കക്ഷിക്ക് നീതി ഉറപ്പുവരുത്തണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എന്താ നിങ്ങളുടെ പേര്? നോബിൾ. എന്താ ജോലി? ഡ്രൈവറാണ്. എന്ത് ഡ്രൈവർ? എന്താ ചെവി കേൾക്കാൻ വയ്യേ? എന്ത് ഡ്രൈവറാണെന്ന്? ചെവി കേൾക്കാൻ വയ്യാത്ത തനിക്ക. എന്റെ പേരും തൊഴിലും നാളും ഒക്കെ എന്റെ വക്കീൽ ചോദിച്ചപ്പോ ഞാൻ ഇപ്പോഴല്ലേ അങ്ങോട്ട് പറഞ്ഞത്. അന്നേരം തന്റെ ചെവിയിൽ എന്താ പഴമായിരുന്നു? ഇത് ലോറിത്താവളമല്ല, കോടതിയാണ്. കുറച്ചുകൂടി സഭ്യമായ ഭാഷ സംസാരിക്കണം. സഭ്യമായ ഭാഷയോ? അതെന്ത് ഭാഷ? ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങളുടെ സ്വന്തം നാട് എവിടെയാണ്? എന്റെ പൊന്ന് സാറേ, എനിക്ക് സ്വന്തം വീടില്ല, നാടില്ല, ബന്ധുക്കളില്ല. ഞാൻ ഓടിക്കുന്ന ലോറി പോലും എന്റെ സ്വന്തമല്ല. സ്വന്തം എന്ന് പറയാനുള്ളത് എന്റെ വാടമുറി കിടക്കുന്ന പഴയ ഒരു കട്ടില്, ഒരു മേശ, പിന്നെ ഒരു ഇരുമ്പ് വെട്ടി, അതിന്റെ അകത്ത് കുറച്ച് തുണി, പിന്നെതാ ഈ ഉടുതുണി, ഈ തടി. 10 പൈസയുടെ സമ്പാദ്യമില്ല എനിക്ക്. ഉള്ളത് കുറച്ച് കൂട്ടുകാരാ. നിങ്ങൾക്ക് അച്ഛനും അമ്മയില്ലേ? നേരത്തെ പറഞ്ഞ ഭാഷയിൽ സംസാരിക്കാൻ ഇങ്ങേരോടും പറ. എന്തൊരു മണ്ടൻ ചോദ്യം ഇത്. അപ്പനും അമ്മയും ഇല്ലാതെ പിള്ളേരുണ്ടാവോ? അങ്ങനെ 2 മൃഗങ്ങൾ എനിക്കും ഉണ്ടാവും. പക്ഷെ അവരാരാണെന്ന് എനിക്കറിയില്ല. മൃഗങ്ങൾക്ക് പോലും തള്ളയെ തിരിച്ചറിയാം. ഏതായാലും എന്റെ തള്ള ഒരു മൃഗമാണെന്ന് സമ്മതിച്ചു വന്നല്ലോ. ബഹുമാനപ്പെട്ട കോടതിക്ക് നന്ദി. ശരി, മൃഗമെങ്കിൽ മൃഗം. ആ മൃഗത്തിന്റെ പേരെന്താണെന്നാ ചോദിച്ചത്. അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അറിയാവുന്ന സത്യങ്ങൾ കോടതിക്ക് മുമ്പാകെ പറഞ്ഞേ തീരൂ. എന്നെ നിർബന്ധിക്കരുത്. നിർബന്ധിച്ചാൽ സത്യം പറയേണ്ടി വരും. പള്ളി അമ്പലമൊന്നും ഇല്ലെങ്കിലും മനസ്സിൽ വെച്ച് ഞാൻ ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരിൽ ഞാൻ സത്യം ചെയ്തതാണ്.
കോടതിയിൽ കള്ളം പറയില്ല എന്ന്. എങ്കിൽ കോർട്ട് അലക്ഷ്യത്തിന് നിങ്ങളെ ശിക്ഷിക്കേണ്ടി വരും. പറയൂ, ആരാണ് നിങ്ങളുടെ അമ്മ? എന്താണ് അവരുടെ പേര്? എവിടെ ഉണ്ടവർ? ഇവിടെ, ഈ കോടതിയിൽ. ഉറക്കെ പറയൂ, കേൾക്കുന്നില്ല. എല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞ് നിങ്ങൾ സ്വയം നാറിയെ അടങ്ങൂല്ലേ ജഡ്ജിയമ്മേ? ചെയ്ത മഹാപാപങ്ങൾക്കുള്ള ദൈവശിക്ഷയാണെന്ന് കൂട്ടിക്കൊള്ളൂ. നിങ്ങളാണ് എന്റെ അമ്മ. സെഷൻസ് ജഡ്ജ് സൂസൻ ഫെർണാണ്ടസ്. അനാവശ്യം പറയരുത്. സത്യമാണ് ഞാൻ പറയുന്നത്, 100 വട്ടം സത്യം. ഓ, സത്യവും മനസാക്ഷിയും ഒന്നും കോടതി വിലപ്പോവില്ലല്ലോ. സാക്ഷികളല്ലേ വേണ്ടത്? നിങ്ങൾക്ക് പരിചയമുള്ള ചില സാക്ഷികളുടെ പേര് പറയാം. സെന്റ് മേരീസ് ഹോസ്പിറ്റൽ, ബാംഗ്ലൂർ, തോട്ടക്കാരൻ ചെല്ലയ്യ. ഇവരെയൊക്കെ ഓർമ്മയുണ്ടോ ജഡ്ജിയമ്മയ്ക്ക്? ഈ എന്റെ മുഖം ഓർമ്മയുണ്ടോ ജഡ്ജിയമ്മയ്ക്ക്? നിങ്ങളന്ന് പ്രസവിച്ച ചോരക്കുഞ്ഞാണ് ഞാൻ. പിറന്നു വീണയുടനെ എന്നെ കൊല്ലാൻ കൊടുത്തയച്ചു ചെല്ലയ്യന്റെ കയ്യിൽ. ജഡ്ജിയമ്മയുടെ കഷ്ടകാലം. അയാൾ എന്നെ കൊന്നില്ല, വളർത്തി. ദാ ഇവിടെ നിൽക്കുന്നു ഈ കോലത്തിൽ. കോടതിയിൽ സത്യമേ പറയാവൂ എന്നല്ലേ പറഞ്ഞത്? ജഡ്ജിയമ്മ എന്നോടൊരു സത്യം പറയണം. ആരാ എന്റെ തന്ത? ഇനി എല്ലാരും ഒന്ന് പിരിഞ്ഞു പോണം. ഞങ്ങൾക്ക് അല്പം സ്വകാര്യം സംസാരിക്കാൻ. നമ്മൾ പിരിയാൻ വരട്ടെ. നോബിൾ ആശാൻ ജാമ്യം കിട്ടിയ ദിവസമല്ലേ ഈ രണ്ടെണ്ണം അടിച്ചേച്ചും പിരിയാം. അത് വീട്ടിൽ ചെന്ന് അടിച്ച് പിരിഞ്ഞോണ്ടാ മതി കേട്ടോ. ചേട്ടൻ ചെല്ല്. കൂടുതൽ മെക്കെട്ടേറാൻ വന്നുണ്ടല്ലോ. വന്നാ താൻ എന്ത് ചെയ്യും? എന്നെ കൊണ്ട് കത്തിയടിപ്പിക്കരുത്. കത്തി എന്തിനാ? എന്റെ താടി ഷേവ് ചെയ്യാനോ? താടി ഷേവ് ചെയ്യാൻ തന്നെ. പക്ഷെ ആദ്യം തന്നെ ഈ പെരട്ട് തല ഉടലിൽ നിന്ന് വെട്ടി മാറ്റിയിട്ടേ ഞാൻ ഷേവ് ചെയ്യൂ. പുതിയ ബാർബർ, പുതിയ ഷേവ്. ആശാനെ നീ വന്നേ ചോദിക്കട്ടെ, നീ എന്തൊരു ബോംബാണ് ആ കോടതിയിൽ പൊട്ടിച്ചത്? നീ വെള്ളത്തിലായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ എവിടെ നാളാ വെള്ളം? അറ്റയ്ക്ക് ഞാൻ വെച്ച് താങ്ങിയതല്ലേ. ഏതായാലും ബോംബേറ്റല്ലോ. അവരിരുന്ന് വേർത്ത് മെഴുകിയത് കണ്ടില്ലേ? പുല്ലുപോലെ ജാമ്യവും തന്നു. എന്നാലും എന്റെ പൊന്ന ആശാനെ, ആശാനെ ആ ജഡ്ജിയമ്മ തൂക്കിക്കൊല്ലാൻ വിധിക്കുമെന്നാ ഞാൻ കരുതിയത്. ഉവ്വ ഇള്ള കുഞ്ഞായിരുന്നപ്പോ അവരെന്നെ കൊല്ലാൻ നോക്കിട്ട് നടന്നില്ല. പിന്നെ ഇപ്പം. അപ്പൊ നീ പറഞ്ഞതൊക്കെ സത്യമാണോ? നീ അവരുടെ മകനാണോ? പിന്നല്ലാതെ. ശരിക്കും ആണടാ. അയ്യോ, ആശാൻ എങ്ങോട്ടും പോകാതെ നോക്കണേ. ഞാൻ ആ പപ്പുക്കണിയരെ വിളിച്ചോണ്ട് ഇപ്പൊ വരാം. എന്തിന്? അബദ്ധത്തിൽ എങ്ങനെ ആ പോലീസുകാരുടെ കൈ ആശാന്റെ മർമ്മസ്ഥാനത്ത് എവിടെയോ കൊണ്ടിട്ടുണ്ട്. തലയ്ക്ക് സാരമായി ഏനക്കേട് പറ്റിയിട്ടുണ്ട്. ഒരു തുട എണ്ണ, ഒരു ഇച്ചിരി നെല്ലിക്കാത്തളം. കണിയാരാണ് മന്നനാ. ഇതിനേക്കാൾ കുഴപ്പം പിടിച്ച കേസിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ വരാം. പോയാൽ നോക്കണേ. നോബിളാശാരി തലയ്ക്ക് കുഴപ്പം. എപ്പോ വരാം. ഹലോ. ജസ്റ്റിസ് ജോർജ് ആണ്. മിസ് സൂസൻ അല്ലേ? എന്താണ് ഇന്ന് കോടതിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് കേട്ടല്ലോ. സോറി, റോങ് നമ്പർ. സൂസൻ ഫെർണാണ്ടസിന്റെ കോടതിയിൽ നടന്ന സംഭവത്തെ കുറിച്ച് മത്തായിച്ചേട്ടന്റെ അഭിപ്രായം എന്താ? എന്ത് സംഭവം? അല്ല, മാഡത്തിന് ഇല്ലീഗൽ ചൈൽഡ് ഉണ്ടെന്നും അത് താനാണെന്നും മറ്റും ഒരു പ്രതി കോടതിയിൽ അവകാശപ്പെട്ടില്ലേ? എന്റെ പൊന്നു മോനെ, കോടതിക്കാരും പറഞ്ഞു വെറുതെ കോർട്ടലക്ഷ്യാക്കല്ലേ. അടുക്കളക്കാരും വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ. വല്ല പാചകക്കുറിപ്പോ അങ്ങനെ വല്ലതും. മിസ്സിസ് കെ എം മാത്യുവിന് വെട്ടർ നമ്പർ ഞാൻ പറഞ്ഞുതരാം. നിനക്ക് പോർക്കിറച്ചിയിൽ കൂർക്കിട്ട് വെക്കാൻ അറിയോ? ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. മതി, പിന്നീട് മതി. പക്ഷെ കാശ് തരണം. അച്ചടിച്ച് വിൽക്കാനല്ലേ. അപ്പോ എല്ലാവരും ഇറങ്ങല്ലേ. കഞ്ഞിക്ക് വെച്ചേക്കണ വെള്ളം അടപ്പത്ത് കിടന്ന് തിളക്കാണ്. വറ്റി കാണും. അല്ല മത്തായിച്ചേട്ടാ, ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. നിനക്ക് ഇവിടെ വന്നപ്പോ തുടങ്ങിയ സംശയമുള്ള എന്താ എന്റെ സംശയം? അല്ല, ലോറിക്കാരൻ നോബിള് മത്തായി ചേട്ടനാണ് എന്റെ അപ്പനെന്ന് പറഞ്ഞ നിങ്ങൾ കരഞ്ഞോണ്ട് ഇറങ്ങി ഓടുവോ? ഇപ്പൊ വയസ്സായി ഈ കോലത്തിലായെന്നേ ഉള്ളൂ. നിന്റെ പ്രായത്തിൽ ഞാൻ ഒരുപാട് അലഞ്ഞതാ. അങ്ങനെ അവകാശം പറഞ്ഞുകൊണ്ട് വരുന്നവരെ ഒക്കെ മക്കളാക്കാൻ നിന്നാ ഈ മത്താച്ചേട്ടൻ കുഴയും. പിന്നെ നിന്നെ പോലെ ഒത്തിരി കാശും സൗകര്യവും നിലയും വിലയുള്ള ഒരുത്തൻ അമ്മച്ചിയും കൂട്ടി വന്ന് എന്നെ ഒന്ന് അപ്പാന്ന് വിളിച്ചാ ഞാൻ അങ്ങ് സമ്മതിച്ചു പോകും.
ഇവളാണ് എന്റെ അമ്മ, സെഷൻസ് ജഡ്ജ് സൂസൻ ഫെർണാണ്ടസ്. നിങ്ങളന്ന് പ്രസവിച്ച ചോരക്കുഞ്ഞാണ് ഞാൻ.